ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് വരുന്നതാണ്. ചാനൽ ചെക്ക് ചെയ്തിട്ട് വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാണ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊണ്ടേ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് വീട്ടിലെ വിശേഷങ്ങളൊക്കെയാണ്. നമ്മൾ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ പരിപാടി കാണാൻ പോയതിൻ്റെ പിറ്റേ ദിവസമാണിത്. രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് 8:30 എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ബാക്കി എനിക്കുള്ളത് അവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ പിന്നെ ഓരോരുത്തർക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഹോട്ടൽ പോലെ ഉണ്ടാക്കുന്ന ചപ്പാത്തി, അപ്പം, ഇഡ്ഡലി അങ്ങനെ പല പല ഐറ്റംസ് കാണും വീട്ടിൽ ദിവസവും ബ്രേക്ക്ഫാസ്റ്റിന്. അത് കഴിഞ്ഞ് നമ്മളിതേ അമ്മ പറഞ്ഞ് താറാവ് വേവിക്കാൻ വെക്കാം. കാര്യം വേവുണ്ടല്ലോ, 5-8 വിസിലടിക്കണമെന്നാണ് അവിടുന്ന് പറഞ്ഞത്. ഉപ്പും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടി ഇട്ട് താറാവ് വേവിക്കാൻ വെച്ചിട്ട് അച്ചാമ്മ എന്നോട് പറഞ്ഞു അപ്പുറത്ത് പോയിട്ട് തേൻ വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞു. കുഞ്ഞമ്മ എടുത്തു പോയി. അപ്പോൾ ഞാൻ കുഞ്ഞമ്മയുടെ അടുത്ത് പോയി തേൻ വാങ്ങിച്ചുകൊണ്ട് വരികയാണ്. കാര്യം ഇപ്പോഴത്തെ കാലാവസ്ഥയല്ലേ, ആർക്കും ചുമയും തൊണ്ടവേദനയും ഒന്നും കഴിയേണ്ട നേരമില്ല. അപ്പോൾ അച്ചാമ്മയ്ക്ക് എന്തോ മരുന്നുണ്ടാക്കി കഴിക്കാൻ വേണ്ടി ഞാൻ തേനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ താറാവ് 6 വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. 8 വിസിലടിക്കണമെന്നാണ് പറഞ്ഞത്. അമ്മ പറഞ്ഞു 6 വിസിൽ വന്നിട്ട് ബാക്കി 2 വിസിൽ മസാലയും കിഴങ്ങും കൂടി ഇട്ടിട്ട് പിന്നെ അടിക്കാമെന്ന് പറഞ്ഞു. പിന്നെ എല്ലാവരുടെയും പോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും സ്പൈസസും വറ്റൽമുളകും ഓൾ കുരുമുളക് എന്ന് വെച്ചാൽ ഒരു രസമല്ലേ കറിക്കകത്തൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ അതിനാണ് അങ്ങനെ ഇട്ടത്. അങ്ങനെ അതെല്ലാം കൂടി ഇട്ട് മൂപ്പിച്ചിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ സവാളയും തക്കാളിയും പച്ചമുളകാണ് ഈ താറാവ് കറിക്ക്. പച്ചമുളകും കുരുമുളക് പൊടിയാണ് താറാവ് കറിയുടെ ഹൈലൈറ്റ് സാധനം. മുളക് പൊടി വളരെ അപൂർവമായിട്ടാണ് ചേർക്കാറ്, പക്ഷേ ഞങ്ങൾ ചേർത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ഏറ്റവും കൂടുതൽ പച്ചമുളകിൻ്റെയും കുരുമുളക് പൊടിയുടെയും ടേസ്റ്റ് മുന്നിൽ നിൽക്കണം കേട്ടോ താറാവിന്, എന്നാലേ നല്ലൊരു രുചി വരത്തുള്ളൂ. താറാവ് എന്ന് പറയുന്നത് അതിൻ്റെ ചാറിനാണ് ടേസ്റ്റ്. കാര്യം മാംസം അങ്ങനെ വലുതായിട്ട് കിട്ടാറില്ല, പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് എന്തായാലും കിട്ടിയ താറാവ് നല്ല മാംസം ഉള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് നല്ല വേവും ഉണ്ടായിരുന്നു. പിന്നെ കിഴങ്ങും കൂടി ഇട്ട് വഴട്ടിയിട്ട് നമ്മൾ നേരെ കുക്കറിനകത്തിട്ടിടും. പിന്നെ ഇത് ഒഴിക്കും കേട്ടോ തേങ്ങാപ്പാൽ. അപ്പോൾ സൈഡിൽ കൂടെ അച്ചാമ്മ ഈ വക സാധനങ്ങളൊന്നും കഴിക്കാത്തതുകൊണ്ട് അച്ചാമ്മയ്ക്കുള്ള മീൻ പറ്റിച്ചതും റെഡി ആവുന്നുണ്ടായിരുന്നു. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി ഇപ്പം ചേർത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഏറ്റവും അവസാനം അമ്മ ചേർത്തത്. ആദ്യം മല്ലിപ്പൊടി മുളക് പൊടി മാത്രമേ ചേർത്തുള്ളൂ. അത് നല്ലപോലെ വഴട്ടിയിട്ട് അതിനകത്തോട്ട് നമ്മൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മൾ 2 വിസിലും കൂടെ അടിച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ താറാവ് എന്ന് വെച്ചാൽ ഫുൾ വേഗത്തുള്ളൂ കേട്ടോ. നമ്മളിപ്പം 3/4 ഭാഗം വെന്തിട്ടല്ലേ ഈ മസാലയെല്ലാം വഴട്ടി ചേർത്തത്. അതാണ് ഞാൻ പറഞ്ഞ ഈസി താറാവ് കറിയാണ്. ഫുൾ കുക്കറിലാണ് നമ്മൾ വെക്കുന്നത്, അതുകൊണ്ട് അത് ഈസി ആയിട്ട് വേകുമല്ലോ, പെട്ടെന്ന് കാര്യവും കഴിയും. അത് കഴിഞ്ഞ് അങ്ങോട്ട് അച്ചാമ്മയുടെ ചുമയുടെ മരുന്നെടുത്ത് തിന്നിട്ടുള്ള എക്സ്പ്രഷനാണ് ഈ കാണിക്കുന്നത്. പിന്നെ ഇത് അമ്മ സൈഡിൽ കൂടെ അവിയലൊക്കെ സെറ്റാക്കുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇറച്ചി മാത്രം പോരാൻ ഗൈസ്, പച്ചക്കറിയും വേണം. അപ്പോഴത്തേക്ക് നമ്മുടെ താറാവ് അത് അമ്മ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലോട്ട് മാറ്റിയിട്ട് പിന്നെ 1-ാം പാലൂടെ ഒഴിച്ചു കേട്ടോ. പിന്നെ തിളപ്പിക്കത്തില്ലല്ലോ, അപ്പം തീ ഓഫ് ചെയ്തിട്ട് 1-ാം പാലൂടെ ഒഴിച്ച് നല്ല കുറുകിയ കറിയായിരുന്നേ. ഞാൻ ഓർത്തത് ഫുൾ വെള്ളമായി പോകുന്നു, പക്ഷെ നല്ല കുറുകിയ കറിയായിരുന്നു. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഇതെല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിച്ചു ഗൈസ്. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം.